ബിഗ് ബോസ് സീസൺ 6 മലയാളം. ഞാൻ അർജുനെക്കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല അർജുനെക്കുറിച്ച്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. അർജുൻ അതിനകത്ത് കാണിച്ച പല കാര്യങ്ങളും പ്രേക്ഷകരിലോട്ട് കറക്റ്റായിട്ട് എത്തിയിട്ടില്ല. അർജുൻ എന്തെല്ലാം കാണിച്ചിട്ടുണ്ട്. അർജുൻ ശ്രീധുവിൻ്റെ കൂടെയുള്ള ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അത് ഫേക്ക് കോംബോ ആയിരുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. അർജുൻ മാക്സിമം ട്രൈ ചെയ്തു ചെയ്യാനായിട്ട്. ശ്രീധു കുറച്ച് റിസർവ്ഡായിട്ട് വളർന്ന ഫാമിലിയിലെ ആയതുകൊണ്ട് ശ്രീധു അതിന് ചെന്ന് പെട്ടില്ല. ഇപ്പോൾ പോയി ഋഷിയെ ബാക്ക് സ്റ്റാബ് ഋഷിയെ ഹേർട്ട് ചെയ്തിരിക്കുന്നു. നിനക്ക് പുറത്തിറങ്ങിയ അൻസിബ കാണില്ല, ഇപ്പോൾ കണ്ടോ പുറത്തിറങ്ങിയിട്ട് എൻ്റെ കൂടെ ശ്രീധു ഇല്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തിരിക്കും. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഫൈനൽ 5 എത്തി നിൽക്കിയിരിക്കുന്ന സമയത്ത് വേറൊരാളെ ഇങ്ങനെ അടിച്ച് താത്തിയിട്ട് കാര്യമുണ്ടോ? അർജുൻ വോട്ടിന് വേണ്ടി, അർജുൻ ജീവിക്കാൻ വേണ്ടി അർജുൻ എന്തും ചെയ്തു. തന്നെയാണ് അർജുൻ ജാൻമണിയുടെ അടുത്ത് ചെയ്തത്. ജാൻമണിയുടെ അടുത്ത് അർജുൻ്റെ ചാറ്റ് ഇല്ലാണ്ട് ജാൻമണി അത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അർജുൻ്റെ കാര്യം കഴിഞ്ഞു. അത് മേ ബി ലവ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ചാൻസ് ചോദിച്ചാകാം. ജോലിയൊന്നും ഇല്ലായിരുന്ന സമയത്ത് പല കോംപ്രമൈസസും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, മേ ബി ഉണ്ടായിരിക്കാം, നമുക്കറിയത്തില്ല. അപ്പോൾ ജാസ്മിനും ഗബ്രിയും മാത്രമൊന്നും അല്ലല്ലോ കോംബോ ട്രാക്ക് പിടിച്ചത്. അർജുനും ശ്രീധുവും തമ്മിൽ ഫേക്ക് ട്രാക്കല്ലായിരുന്നു, ലവ് ഡ്രാമ അല്ലേ അവരവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അൻസിബയായിട്ടൊരു ഇഷ്യൂ, പാലിൻ്റെ ഇഷ്യൂ, അത് ഞാൻ ഓർക്കുന്നുണ്ട്. അൻസിബ ശ്രീധു അവിടെ രാത്രി പോയി അർജുൻ്റെ കൂടെ ആ റൂമിൽ കിടന്ന് ഉറങ്ങാതിരുന്ന സമയത്ത് അവരുടെ അമ്മ വന്ന് പറഞ്ഞു, അവരവരുടെ മകളോട് പറഞ്ഞു, അത് അവരുടെ കടമ. ഇപ്പോഴും ശ്രീധുവിന് കിട്ടുന്നുണ്ടായിരിക്കും അതിന്. കാരണം അർജുനെ പോലെ ഒരാൾക്ക് ആരുടെയെങ്കിലും, നമ്മളൊക്കെയാണ് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കുക. കാരണം അർജുന് സുഖമില്ലാത്ത ആളാണ്, അർജുന് കൈവയ്യ. അങ്ങനെ ഒരാൾക്ക് ഒരമ്മ ഒരിക്കലും കല്യാണം കഴിച്ചു കൊടുക്കത്തില്ല. അവർ റെസ്ട്രിക്റ്റ് ചെയ്തു. ആസ് എ മദർ ഷീ ഈസ് കറക്റ്റ്. ഓക്കെ, സോ അത് അർജുന് മനസ്സിലാകാതെ അർജുൻ പോയി ശ്രീധുവിനെ കമ്പൽ ചെയ്ത് കൂടെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. ആ കോംബോ ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ അർജുൻ പണ്ടേ വെളിയിൽ പോകേണ്ട ആളാണ്. അർജുനെ കൊണ്ട് സാധിക്കുന്ന എന്താ? അർജുൻ്റെ ജന്മനാ അർജുന് കൊടുത്തിരിക്കുന്ന ഒരു ചിരി ക്യൂട്ടാണ്, അല്ലാതെ അർജുൻ്റെ ടാലൻ്റാണോ അത്? അത് അർജുൻ, നമുക്ക് കിട്ടുന്ന സൗന്ദര്യവും ചിരിയും ജസ്റ്റേഴ്സും ഒന്നും നമ്മളുടെ ടാലൻ്റ് അല്ല. അത് നമുക്ക് ബൈ ബർത്തിൽ ഹെറിഡിറ്ററി ആയിട്ടോ അല്ല ദൈവം തന്നതോ നമുക്ക് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ്സ് ആണ്. അത് നമ്മൾ മാക്സിമം മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ഉപകാരപ്പെടുന്ന പോലെ ഉപയോഗിക്കുക. അർജുന് റിവെഞ്ച് ആറ്റിറ്റ്യൂഡ് ഇല്ലെന്ന് ആര് പറഞ്ഞു? നല്ലോണം അർജുന് റിവെഞ്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, ഒരു ബാഗിൽ തെർമോബോൾസ് നിറച്ചിട്ട് അത് വെളിയാക്കുക എന്നുള്ള. ആ സമയത്ത് ലിറ്ററലി അർജുൻ നന്ദനെ വാരി അലക്കിയിട്ടുണ്ട്. എന്നിട്ട് അർജുൻ പോയിരുന്ന് കരഞ്ഞത് അർജുൻ ഔട്ടാകുമോ എന്ന് പേടിച്ചിട്ടാണ്. സിജോ പുറത്തായപ്പോഴത്തേക്കും സിജോൻ്റെ പേര് കരഞ്ഞതും അതും ഫേക്ക് ഡ്രാമയാണ്. കാരണം റോക്കി പോയപ്പോൾ റോക്കിയുടെ ഫോട്ടോ എടുത്തു വെച്ച് ആദ്യം പൂജിച്ചത് അർജുൻ തന്നെയാണ്. അന്ന് റോക്കി ചെയ്തത് തെറ്റാണ് എന്നുള്ളത് അർജുന് മനസ്സിലായില്ലായിരുന്നു. അതുപോലെ തന്നെ ശ്രീധു പോയപ്പോഴും കരയാനായിട്ട് ശ്രീധു നോക്കി, പക്ഷേ കരഞ്ഞ പോലെ കാണിച്ച് ശ്രീധു പോകണം എന്നുള്ളത് അർജുൻ്റെ ആവശ്യം തന്നെയായിരുന്നു. കാരണം ശ്രീധുവിൻ്റെ വോട്ട് അർജുൻ ഇങ്ങോട്ട് കിട്ടണം. അതെന്ത് ന്യായമാണുള്ളത്? ഒരാൾ പോയി കഴിഞ്ഞാൽ ആ ആളുടെ വോട്ട് വേറൊരാൾക്ക് കൊടുക്കുക. ആ വേറെയുള്ള ആൾ അയാൾ കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത് ആരും നോക്കുന്നില്ല എന്നുള്ളതാണ്. അർജുൻ അങ്ങനെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് അവിടെ. അർജുന് വേണ്ടി, അർജുന് പറ്റത്തില്ലാത്ത സമയത്ത് അർജുൻ ഋഷിയെ അവിടെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ട് വേറെ ടീമിൽ പോയി ചേർന്ന ആളാണ്. അങ്ങനെ പലതും അർജുൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എല്ലാവരും മറക്കുന്നു അർജുൻ ചെയ്ത കാര്യങ്ങൾ. ഇഷ്ടംപോലെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരു റിവെഞ്ചിങ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തി തന്നെയാണ് അർജുൻ, അതിന് യാതൊരു സംശയമില്ല. അതിന് ഒത്തിരി പേര് അതിനകത്ത് ഇപ്പോൾ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. പല പ്രാവശ്യം ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് നിന്നൊരു ബെൽറ്റായിട്ട് നിന്ന് ഒളിഞ്ഞ് നിന്ന് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. വിസിബിളായിട്ട് നിന്നാണ് സായി, സിജോ, നന്ദനൊക്കെ. പക്ഷേ അതിൻ്റെ ആ ബെൽറ്റിൽ ഇൻവിസിബിളായിട്ട് നിന്ന് ജാസ്മിനെതിരെ കളിച്ച ഒരു വ്യക്തിയാണ് അർജുൻ. എന്നിട്ട് ജാസ്മിൻ്റെ അടുത്ത് താൻ ഭയങ്കര ഫ്രണ്ടാണെന്ന് കാണിക്കും. ശ്രീധു അടുത്ത് വരുമ്പോൾ മാറിപ്പോവും. അങ്ങനെ ഒരു സ്വഭാവമാണ് ഈ അർജുന് സെൽഫിഷാണ് അർജുൻ.